അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ വൈവിധ്യമായ ചടങ്ങുകളോടെ പൂരാഘോഷത്തിന് സമാപനം. പയ്യന്നൂരിന്റെ ജനകീയ സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ വിഷു പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് 10% വിലക്കിഴിവ്. ഒപ്പം വിഷുവിനെ വർണ്ണാഭമാക്കുന്ന പടക്കങ്ങൾക്കും 10 മുതൽ 15% വരെ വിലക്കിഴിവ്. ഉത്തര മലബാറിലെ മറ്റെല്ലാ കാവുകളിലും 9 ദിവസമാണ് പൂരാഘോഷം. എന്നാൽ പത്മശാലീയ സമുദായക്കാരുടെ പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ 10-ാം ദിവസമാണ് പൂരാഘോഷത്തിന് സമാപനം. അതും മറ്റെങ്ങുമില്ലാത്ത വിധം വൈവിധ്യമായ ആചാര പെരുമയോടെ. ശിവപാർവതി സങ്കല്പത്തിലുള്ള വാഴച്ചാനാണ് സമാപന ദിവസം ആദ്യം അരങ്ങിലെത്തിയത്. ക്ഷേത്രമുറ്റത്തെ ചുവടുവെപ്പിന് ശേഷം പയ്യന്നൂർ പെരുമാളുടെ തെക്കേ നടയിൽ പോയി തൊഴുതു വന്നിട്ടാണ് വാഴച്ചാന്മാർ പ്രകടനം അവസാനിപ്പിക്കുന്നത്. തുടർന്നാണ് ആക്ഷേപഹാസ്യങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളായ സംഭാഷണങ്ങൾ കൊണ്ടും ആളുകളെ രസിപ്പിക്കുന്ന വിവിധ പൊറാട്ടു വേഷങ്ങളുടെ വരവ്. പയ്യന്നൂർ തെരുവിൽ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ഭദ്രകാളി സങ്കല്പമുള്ള ക്ഷേത്രമായിരുന്നു ആദ്യം. പിന്നീടാണ് അഷ്ടമച്ചാൽ ഭഗവതിയുടെ സാന്നിധ്യവും കൂടെ ഇവിടെ വരുന്നത്. ഈ ഭദ്രകാളി സങ്കല്പത്തിലാണ് കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്നത്. അതേ ആ അനുഷ്ഠാനത്തോടു കൂടിയാണ് ഇവിടെയും ഈ പൂരമഹോത്സവത്തിന് ആചാരങ്ങളൊക്കെ നടത്തി വരുന്നത്. ഇവിടെ പിന്നെ മീനമാസം കാർത്തിക നാൾ മുതൽ ഈ ഉത്രം നാൾ വരെ സാധാരണ 9 പൂവാണെങ്കിൽ ഇവിടെ പൂ 9 ഉള്ളൂ. പക്ഷേ ഒരു പൂരം ജാസ്തിയാണ്, അധികമാണ്. അതാണ് ഈ ഉത്രവിളക്ക്. ഈ ഉത്രം നാളിലാണ് ഈ ആറാട്ട് എന്ന് പറയപ്പെടുന്നത്. ഈ ആറാട്ട് ദിവസത്തിലെ മറ്റൊരു പ്രധാന ആചാര ഉത്സവമാണ് ഈ പൊറാട്ട്. പൂരത്തിൻ്റെ അവസാന 4 നാളുകളിൽ രാത്രി പൂരം കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പൊറാട്ട് കൊണ്ട് കാണിക്കുക എന്ന ചടങ്ങുണ്ട്. ആ ദിവസങ്ങളിൽ ആചാര സംബന്ധമായ പൊറാട്ടുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇന്നത്തെ ദിവസം അതിൽ നിന്ന് വ്യത്യസ്തമായി പകൽപ്പൂരം ആണ്. ഈ പകൽപ്പൂരത്തിന് പയ്യന്നൂർ പെരുമാളുടെ അമ്പലത്തിൽ വരെ പോയി പെരുമാളെ പോലും സന്തോഷിപ്പിക്കത്തക്ക നിലയിലുള്ള പൊറാട്ടുകളാണ് നടത്തി വരുന്നത്. ആചാര പൊറാട്ട് എന്ന് പറയുന്നത് സമുദായങ്ങളിലെ സമൂഹത്തിലെ അനാചാരങ്ങളെയും അനീതികളെയും ഒക്കെ പച്ചയായി തുറന്നു കാട്ടുന്ന ഒരു കലാരൂപമാണിത്. ചാക്യാർ കൂത്ത് പോലെ അല്ലെങ്കിൽ പാടകം പോലെയൊക്കെയുള്ള ഒരു അനുഷ്ഠാന കലയാണിത്. ഇതിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് ഈ ക്ഷേത്രം നിലകൊള്ളുന്ന ശാലിയ സമുദായത്തിനെ സംബന്ധിച്ചാണ്. ശാലിയ സമുദായത്തിൻ്റെ ഉള്ളിലുള്ള ക്ഷേത്രത്തിനകത്തുള്ള സമുദായത്തിനകത്തുള്ള അനീതികളെ, അനാചാരങ്ങളെ, വേണ്ടായ്മകളെയൊക്കെ പച്ചയായി തുറന്നു കാട്ടുന്ന ഒരു ശാലിയ പൊറാട്ടാണ് ആദ്യ ദിവസം ഉണ്ടാവുക. ആദ്യം തന്നെ വരിക. അതിനുശേഷം വിവിധ സമുദായങ്ങളെ പ്രതിനിധീകരിച്ച് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള വിവിധ സമുദായങ്ങളെയും വ്യക്തികളെയൊക്കെ പ്രതിനിധീകരിച്ചിട്ടുള്ള പൊറാട്ടുകളുണ്ട്. തന്ത്രി വര്യനെ കുറിച്ചിട്ടുള്ള പൊറാട്ടുണ്ട്. തന്ത്രിയിലുള്ള വേണ്ടായ്മകളെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പൊറാട്ടുകളുണ്ട്. പട്ടന്മാരുടെ, അതായത് സവർണ ജാതിക്കാരെ തുറന്ന് കാണിക്കുന്ന പൊറാട്ടുകളുണ്ട്. അങ്ങനെ താഴ്ന്ന ഈഴവ സമുദായത്തിൻ്റെ പൊറാട്ടുകളുണ്ട്. അങ്ങനെ എല്ലാ സമുദായങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പൊറാട്ടുകൾ ഇവിടെ നടക്കാറുണ്ട്. പക്ഷേ അതൊന്നും തന്നെ എല്ലൊക്കെ ആക്ഷേപഹാസ്യമായി അവതരിപ്പിക്കുക എന്നല്ലാതെ അതിനെ സംബന്ധിച്ച് പിന്നീടൊരു വാക്കോ വർത്താനോ കുഴപ്പങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാകാറില്ല. ഇവിടെ ഇപ്പം ഇന്ന് നിങ്ങൾ കണ്ടു കാണും വാഴച്ചാൻ എന്നൊരു പൊറാട്ട് പുറപ്പെട്ടത്. അത് ഈ ദൈവസങ്കല്പമായൊരു പൊറാട്ടാണ്. ശിവൻ്റെ കാട്ടിലെ കാട്ടാള വേഷം ധരിച്ചിട്ടുള്ള ശിവപാർവതിമാരുടെ ക്രീഡകൾ സൂചിപ്പിക്കുന്ന ഒരു പൊറാട്ടാണ് ഈ വാഴച്ചാൻ എന്ന പൊറാട്ട്. ഇതേ രൂപത്തിൽ കഴിഞ്ഞ 2 ദിവസം രാത്രി അച്ചമുരുടൻ എന്ന് പറഞ്ഞൊരു പൊറാട്ടും കൂടെ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു. അതും ശിവനെ കാട്ടാള വേഷം ധരിച്ചുകൊണ്ടുള്ള 2 പൊറാട്ടാണ്. അങ്ങനെ ഇവിടെ ഈ കിരാതമൂർത്തിയും കൂടെ ഉൾപ്പെടുന്ന ഒരു ആരാധനാ സമ്പ്രദായമുള്ളതുകൊണ്ട്, കിരാതമൂർത്തിക്കും കൂടെ സ്ഥാനമുള്ളതുകൊണ്ട് ശിവസങ്കല്പമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. അതിൽ കേളിപാത്രമാണ് വളരെ പ്രധാനം. ശിവൻ ഭിക്ഷാടനം നടത്തുന്ന കേളിപാത്രം എന്ന സങ്കല്പം ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച് ഇന്ന് ഈ സമയം വരെ
അതായത് 24 മണിക്കൂർ തുടർച്ചയായി ഈ ഉറുവിലേക്കകത്തുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഭിക്ഷാടനം നടത്തുന്ന ഒരു പൊറാട്ട് ഇവിടെ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് വായച്ചൻ പുറപ്പെട്ടത്. ഇവിടെ നിന്ന് അങ്ങോട്ട് വിവിധ സമുദായങ്ങളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരുപാട് പൊറാട്ടുകൾ നടക്കാനുണ്ട്. പോതികളെ പ്രതിനിധീകരിച്ചിട്ടുള്ള പൊറാട്ടുണ്ട്. അട്ടക്കുടം പോതി, അയ്യക്ക പോതി തുടങ്ങിയ പൊറാട്ടുകളും ഇവിടെ വരാനുണ്ട്. അതിന് ശേഷമാണ് ഭഗവതിയുടെ തിടമ്പ് തലയിലേറ്റിക്കൊണ്ടുള്ള നൃത്തം നടക്കുന്നത്. അതോടുകൂടി ആ നൃത്തത്തിൻ്റെ സമാപനത്തോടുകൂടി പൂരോത്സവം അവസാനിക്കും. നിൽക്കരിക്കാൻ വിടില്ല. നമ്മൾ എന്തായാലും ഒരു പകയനുണ്ടായി ഞമ്മൻ്റെ കുട്ടത്താൻ പോക്കണം പോലെ ആ പകയനെ നമ്മൾ അടക്ക കച്ചവടമാക്കാൻ വിട്ടു. ആ പകയനെന്ന് പറഞ്ഞാൽ അടക്കിയിൽ കുറേ പെരുത്ത് സമ്പാദിച്ചു. ആ അടക്കിയിൽ പൊന്തിയിട്ടെന്നുകൊണ്ട് കുറിച്ച് കച്ചവടം ചെയ്തിട്ട് എല്ലാം നശിപ്പിച്ചു. ആ പകയൻ പെട്ടെന്ന് ഞമ്മൻ്റെ വീടിറക്കി സൂക്കുണ്ട്. ഞമ്മ പോയി ലോക്കട്ടറെ കൂട്ടിക്കൊണ്ട് വന്നു. ലോക്കട്ടർ പറയുന്ന തുണി ഒന്ന് പൊന്തിക്കലാണ് ലോക്കട്ടർ ഒന്ന് കാണുന്നത്. അല്ല പയ്യ, ഇത് ഞമ്മന്റെ ജനലിന് കെട്ടിയ ഈ പായം പറയുന്നു. നമ്മളെ വീടിനെ തുണിയല്ല. അങ്ങനെ ഞമ്മന്റെ വീടിനെ പരിശോധിച്ചിട്ട് ഡോക്ടർ പോയി ചെയ്തു. പെട്ടെന്ന് ഇതാക്കുന്ന ഞമ്മക്കതിനകത്ത് പയങ്ങാടി കുഞ്ഞിപ്പോക്കത്, പുയ്യങ്ങാടി കുഞ്ഞിപ്പോക്കിട്ട് ക്ഷേത്രം ചെട്ടിയാശന്മാരുടെയും കോറാശന്മാരുടെയും കാരണവന്മാരുടെയും ഏറെ നാളത്തെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുന്നത്. എല്ലാ ആചാരസ്ഥാനികരുടെയും രോമാഞ്ചം പണി റോസ് ഇന്ന് ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ്. പണി റോസിനെ പയ്യന്നൂർ തെരുവിന്റെ ബ്രാഞ്ച് ഉദ്ഘാടനത്തിനായി ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. പണി റോസ് നമ്മുടെ ക്ഷേത്രം ആചാരസ്ഥാനികരുടെ അനുഗ്രഹത്താൽ ഈ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ ആചാരസ്ഥാനികന്മാരെ കണ്ടാൽ അറിയാം, അവരൊക്കെ രോമ പുലാജികളായിട്ടായിരിക്കുമല്ലേ. അടുത്തായിട്ട് പണി റോസ് നമ്മുടെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യും. ഈ പിന്നെ പുറംപടിക്ക് എപ്പോഴും ഗൾഫിലല്ലേ, പുറത്തല്ലേ, അതുകൊണ്ട് എനിക്ക് പണിയൊന്നും നടക്കുന്നില്ല പഴയ പോലെ. നിങ്ങൾ എപ്പം പുറത്തല്ലേ, ഞാനെന്നാക്കണ്ടേ. ഞാനിപ്പോ ബംഗാളികളെപ്പോഴാണ് പണിയെടുക്കാൻ പോകുന്നു. അവര് പറയും ടീച്ചർമാരോ ആകെമാരോ, നമുക്കിതറിയാം, നമുക്ക് ആകെ ഒരു പണിയെല്ലാം അറിയില്ലോ. എന്നറിയാം, ഞാൻ എപ്പോ ആലോചിക്കുന്നത് വിനുവാട്ടിനൊപ്പം പണിയെടുക്കുന്നവരാ. വിനുവാട്ട് ആ പോലെ കേട്ടല് അതെന്തൊരു ഒരു സുഖമാണ്, ഒരു സാറ്റിസ്ഫാക്ഷനാണ് അത് കേട്ടുമ്പോൾ തന്നെ. ആ പോലെ നല്ല വൃത്തി കഴുകി വൃത്തിയാക്കിയിട്ട് എണ്ണയെല്ലാം തേച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് എടുത്ത് വെക്കേ കൊണ്ടു ഇതൊന്നും ആക്കണ്ട. എനിക്കെന്ന് വെച്ചാൽ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോല് വൃത്തിയാക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു ഇത്. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അടുത്ത മണിക്ക് പോകുമ്പം ഇതൊരു സുഖം കിട്ടുമോ? അല്ല അതല്ലാന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഇടക്കിടക്ക് പോയി കഴിഞ്ഞാന്ന് വെച്ചാല് ഞാൻ ഈ കോല് കൊണ്ടേക്ക് അടച്ചാരി. അതെ, നിങ്ങൾക്ക് ആടെ നല്ല തണുപ്പാന്നല്ല, ആടാട് പോല് കാര്യം വെച്ചാൽ. പക്ഷെ ഇങ്ങനെ കട്ട വലുതായിക്കോണ്ട് വരുന്നുണ്ടല്ലോ. അതെന്താന്ന് വെച്ചാല് കട്ടക്ക് തൂക്കം കൂടുന്നു, പക്ഷെ കോലിന് നീടില്ലല്ലോ. അങ്ങനെയല്ല, ഈ കട്ടകാരും നിനക്ക് പണിയെടുക്കുമ്പോ കോലിന്റെ പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ. പക്ഷെ കട്ടയല്ലേ മെയിൻ, കട്ടയാണ് മെയിൻ. കട്ട ഇടക്കിടക്ക് അടിക്കും, എന്നാലും അളവ്. പക്ഷെ നിങ്ങളെ കോലിന് ഇപ്പൊ ഇത്രയും കൊല്ലായിട്ടില്ല ഞാൻ കോല് കാണുന്നില്ല. ഒരു വളവോ ഒരു തേയ്മാരോ ഒന്നുമില്ല. സാധനം ഇത് എടുത്തു കഴിഞ്ഞാട്ടല്ല കറക്റ്റ്. തേച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പറയാം. അടുത്തത് അട്ടക്കുളം പോതിയുടെയും യോദ്ധാക്കളുടെയും ഊഴമാണ്. ക്ഷേത്രത്തിലെ വിവിധ ഇടങ്ങളിൽ നടത്തുന്ന മെയ്യഭ്യാസ പ്രകടനങ്ങളോടെയാണ് ഇത് അവസാനിക്കുന്നത്. പടനായകൻ അമരുന്നില്ല. അമർന്നിട്ടേ ഇല്ല. പയ്യന്നൂര് പെരുമാണം നിനക്ക് തരും, അപരാ തോന്നി തരും, പെരുമാണം തരും. നീ നീട്ടി പുറകെ വെച്ചിട്ട് കാര്യമില്ല, നീ അമരണം, നിന്റെ കൂടെ നിൽക്കണം. മറിയ ക്ഷേത്ര വേട്ടക്കൊരു വര വീരഭദ്ര
നിന്നെ കാലിൽ ശബ്ദം എന്താ കാലിൽ ശബ്ദം എന്താ പടയാളികളെ അവര് നല്ലോണം കൊള്ളുവനെ കോടാലിനെ പോലെ ഇറങ്ങി മാമാകിന്റെ അടുത്ത് മാമാകം തൊള്ളേ തുള്ളിക്കോ ഇനി അയ്യക്ക പോതിയുടെ വരവാണ്. ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് പ്രദേശത്തെ പ്രമുഖ പൊതുവാൾ തറവാടുകളായ ഇടവലത്ത്, കലിയന്തിൽ തുടങ്ങിയ 10ഓളം തറവാട് വീടുകളിൽ പോയി പ്രകടനം നടത്തിയാണ് അയ്യക്ക പോതിയും മടങ്ങുന്നത്. അയ്യക്ക പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ അയ്യക്ക പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്ക പോതിക്കെത്തിയില്ല മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്ക പോതിക്കെത്തിയില്ല അയ്യക്ക പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ അയ്യക്ക പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്ക പോതിക്കെത്തിയില്ല മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്ക പോതിക്കെത്തിയില്ല അയ്യക്ക പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ അയ്യക്ക പോതി പൊന്നമ്മേ വെല്ലം വേണമെങ്കിൽ ചൊല്ലമ്മേ മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്ക പോതിക്കെത്തിയില്ല മുക്കാപാരം വെല്ലം വാങ്ങിയിട്ട് അയ്യക്ക പോതിക്കെത്തിയില്ല സമുദായ അംഗം തന്നെ നടത്തുന്ന തിടമ്പ് നൃത്തത്തോടെയാണ് പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂരോത്സവത്തിന് സമാപനം കുറിക്കുന്നത്. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മേടമാസക്കാലത്തെ മനോഹരമാക്കുന്ന കൊന്നപ്പൂവിന്റെ നൈർമല്യവും നറുമണവുമായി വീണ്ടും ഒരു വിഷു വരവായി. വിഷുപ്പുലരിക്ക് വർണ്ണപ്പകിട്ടേകാൻ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി പയ്യന്നൂർ ടെക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. പയ്യന്നൂർ ടെക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. വിപുലമായ കളക്ഷൻ, വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ. പയ്യന്നൂർ ടെക്സ്, മനസ്സ് നിറയെ സന്തോഷം. ഏവർക്കും പയ്യന്നൂർ ടെക്സിന്റെ വിഷു ആശംസകൾ.